പൂ സ്യൂട്ട് കേസ് അങ്ങനൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൂക്കളെന്നർത്ഥം വരുന്ന പൂവല്ലിത്. പൂ സ്യൂട്ട് കേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ വ്യക്തത വരും. അതുതന്നെ മലവിസർജനം. പൂപ്പ് സ്യൂട്ട് കേസ് അഥവാ പൂ സ്യൂട്ട് കേസ്, അതായത് മലവിസർജനം സൂക്ഷിക്കുന്ന പെട്ടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അമേരിക്കൻ സംസ്ഥാനമായ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പൂ സ്യൂട്ട് കേസ് അഥവാ പൂപ്പ് സ്യൂട്ട് കേസ് ആണ് ചർച്ച. പ്രത്യേകിച്ചും പുടിനുമായി ചേർത്ത് വെച്ചാണ് ഈ ചർച്ചകളൊക്കെയും. പൂ സ്യൂട്ട് കേസിന് റഷ്യൻ പ്രസിഡന്റുമായി എന്തു ബന്ധമെന്നാകും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. വിശദമായി പറയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15-നാണ് ട്രംപും പുടിനും തമ്മിൽ നിർണായകമായ ആ കൂടിക്കാഴ്ച നടക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കൂടിക്കാഴ്ചയായിരുന്നു അത്. എന്നാൽ ഏതാനും മണിക്കൂറുകൾ നീണ്ട സന്ദർശനം കഴിഞ്ഞ് പുടിൻ മടങ്ങുമ്പോൾ യുക്രൈൻ വിഷയത്തിൽ അങ്ങനെ അന്തിമമായ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ട്രംപിന്റെ വീരസ്യങ്ങളും വെല്ലുവിളികളുമെല്ലാം പുടിനു മുന്നിൽ നനഞ്ഞ പടക്കമായെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വിധി എഴുതുകയും ചെയ്തു. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ വശം അങ്ങനെ നിൽക്കുന്നു. എന്നാൽ ആ ഹ്രസ്വ സന്ദർശനത്തിനിടയിൽ മാധ്യമ ക്യാമറകളെല്ലാം മുടക്കിയ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അങ്കറജിലെ അന്താരാഷ്ട്ര വിമാനത്താവളം മുതൽ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന US സൈനിക താവളമായ ജോയിന്റ് ബേസ് എൽമെൻഡോഫ് റിച്ചാർഡ്സൺ വരെ പുടിനെ അനുഗമിച്ച അംഗരക്ഷകരുടെ കൈകളിലെ സ്യൂട്ട് കേസ് ആയിരുന്നു അത്. പുടിന് പിന്നാലെ വന്ന എല്ലാ അംഗരക്ഷകരുടെയും കയ്യിൽ ഒരു സ്യൂട്ട് കേസ് ഉണ്ടായിരുന്നു. എന്തിനാണ് ഇത്രയും സ്യൂട്ട് കേസുമായി അംഗരക്ഷകർ പുടിന് പിന്നാലെ നടക്കുന്നുവെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ച. ആ സ്യൂട്ട് കേസിനുള്ളിൽ എന്താണെന്നുള്ള കൗതുകമായിരുന്നു ആ ചർച്ചകൾക്ക് പിന്നിൽ. ആ സംശയങ്ങൾക്കുള്ള മറുപടി എന്നോണം ബ്രിട്ടീഷ് മാധ്യമം എക്സ്പ്രസ് ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അലാസ്ക കൂടിക്കാഴ്ചയ്ക്കായി പുടിൻ എത്തുന്നത് പൂ സ്യൂട്ട് കേസുമായാണെന്നായിരുന്നു ആ റിപ്പോർട്ട്. അതെ, നേരത്തെ പറഞ്ഞ മലവിസർജനം സൂക്ഷിക്കുന്ന സ്യൂട്ട് കേസ്. അതായത് പുടിന്റെ ശരീരത്തിൽ നിന്നുള്ള മലം ഉൾപ്പെടെയുള്ള വിസർജ്യങ്ങൾ ശേഖരിക്കാനുള്ള പെട്ടികളാണവ. വിസർജ്യങ്ങൾ അമേരിക്കയിൽ ഉപേക്ഷിക്കുന്നതിനു പകരം അവ ശേഖരിച്ച് ബ്രീഫ് കേസിലാക്കി റഷ്യയിലേക്ക് തിരികെ പറക്കുന്നുവെന്നായിരുന്നു ആ റിപ്പോർട്ട്. ഫ്രഞ്ച് മാഗസിനായ പാരീസ് മാച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം പുടിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ് അഥവാ FPS അംഗങ്ങളാണ് ഈ വിചിത്ര ദൗത്യം നിർവഹിക്കുന്നത്. വിദേശയാത്രകളിൽ പുടിന്റെ മലവും മൂത്രവും പ്രത്യേക ബാഗുകളിൽ ശേഖരിക്കുകയും അവ ഒരു പ്രത്യേക ബ്രീഫ് കേസിൽ സൂക്ഷിച്ച് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ദീർഘകാലം റഷ്യയിൽ മാധ്യമപ്രവർത്തകരായി പ്രവർത്തിച്ച റജിസ് ജെൻഡെ, മിഖായൽ റൂബിൻ എന്നിവരാണ് പാരീസ് മാച്ചിനായി ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. 2017-ൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴും സമാനമായി പൂ സ്യൂട്ട് കേസുകളുമായി അംഗരക്ഷകർ അനുഗമിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 2019-ലെ സൗദി അറേബ്യ സന്ദർശനത്തിനിടയിലും ഈ രീതി തുടർന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിദേശ രാഷ്ട്രങ്ങൾ പുടിന്റെ വിസർജ്യങ്ങൾ ശേഖരിച്ച് DNA ഉൾപ്പെടെയുള്ള പരിശോധന നടത്തുന്നത് തടയുകയാണ് ഇതിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശത്രുരാജ്യങ്ങൾ മനസ്സിലാക്കുമെന്ന ഭീതിയാണത്രേ ഇത്തരമൊരു വിചിത്ര നടപടിക്ക് പിന്നിലുള്ളത്. വ്ളാദിമിർ പുടിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. ക്യാൻസർ, പാർക്കിൻസൺസ്, ഹൃദയാഘാതം തുടങ്ങിയ ഗുരുതര രോഗങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പലപ്പോഴും ഉയർന്നിട്ടുമുണ്ട്. എന്നാൽ ഈ അഭ്യൂഹങ്ങൾ ക്രെംലിൻ നിഷേധിക്കുകയും ചെയ്തിരുന്നു. പുടിന്റെ ആരോഗ്യ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് റഷ്യൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ തീരുമാനമാണെന്നും അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മലത്തിന്റെ സാമ്പിളുകൾ വിശകലനം ചെയ്താൽ ഒരു വ്യക്തിയുടെ ഭക്ഷണക്രമം, ശരീരത്തിന്റെ പ്രവർത്തനം, രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം വിവരങ്ങൾ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത് തടയാനാണ് ഇത്തരമൊരു മുൻകരുതൽ നടപടി എന്നാണ് വിലയിരുത്തൽ. പുടിന് ബാധിച്ച ഗുരുതരമായൊരു രോഗത്തിന്റെ തെളിവുകൾ മറച്ചുവെക്കാനാണ് ഈ നടപടികളെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.